വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. 119 സങ്കീർത്തനം അതിന്റെ 97 വാക്യം. നിന്റെ ന്യായപ്രമാണം എനിക്ക് എത്രയോ പ്രിയം, ഇടവിടാതെ അത് എന്റെ ധ്യാനമാകുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ശ്രേഷ്ഠമായ, വളരെ നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന, സ്വാധീനിക്കുന്ന ഒരു അതിശക്തമായ ദൈവിക ദൂതാണ് സങ്കീർത്തനത്തെ വായിച്ചത്. നിന്റെ ന്യായപ്രമാണം എനിക്ക് എത്രയോ പ്രിയം, പ്രൈസലോ, ഇടവിടാതെ അത് എന്റെ ധ്യാനമാകുന്നു. പ്രൈസലോ. വേദപുസ്തകത്തിന്റെ ആരംഭം തൊട്ട് അവസാനം വരെ പ്രാർത്ഥനയുടെ ശക്തമായ അനുഭവങ്ങളാണ്, ആരാധനയുടെ ശക്തമായ അനുഭവങ്ങളാണ്, ദൈവ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നത്, ദൈവ സാമീപ്യം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതാണ്. മാത്രമല്ല ദൈവ ശബ്ദമാണ് അതിനകത്തുള്ളത്. ഹല്ലേലൂയ. അപ്പൊ ഈ ദൈവശബ്ദം കേൾക്കുവാൻ വേണ്ടി നാം ലോകത്തിൽ പ്രിയം വെച്ച പലതിനെയും നീക്കിക്കളഞ്ഞിട്ട് ന്യായപ്രമാണത്തിൽ പ്രിയം വെക്കുന്നെങ്കിലേ ആത്മീയമായ കണ്ണുകൾ തുറക്കുകയും ആത്മീയ ദൃഷ്ടി പ്രകാശിച്ച് സ്വർഗരാജ്യത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ പ്രിയമായതിനെ നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ ശക്തമായ ഒരു പ്രാർത്ഥന വീരനായി മാറണമെങ്കിൽ ന്യായപ്രമാണത്തിൽ പ്രിയം വെക്കണം. നിങ്ങൾ പ്രാർത്ഥനയിൽ ശക്തമായി ശോഭിക്കണം, ആരാധനയിൽ ശക്തമായി ശോഭിക്കണം, ദൈവികമായ കാര്യങ്ങളിൽ നിങ്ങൾ ശക്തമായി ശോഭിക്കണമെന്ന് ദൈവാത്മാവ് ആഗ്രഹിക്കുക. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ ഒരുങ്ങുമ്പോൾ തന്നെ ദൈവവചനം വായിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. വിശുദ്ധ വേദപുസ്തകം, സത്യവേദ പുസ്തകം എടുത്ത് നമുക്ക് 66 പുസ്തകങ്ങൾ നൽകിയിട്ടുണ്ട്. 66 പുസ്തകങ്ങൾക്കകത്തുനിന്ന് നിങ്ങൾ ദൈവവചനം നിങ്ങൾ ദിനംതോറും വായിക്കണം. എന്റെ രീതിയിൽ കൂടെ പറഞ്ഞാൽ നിങ്ങൾ വേദപുസ്തകം ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെ തുറമാനമായി വായിക്കണം. ഹല്ലേലൂയ. അങ്ങനെ വായിച്ച് നിങ്ങൾ ദൈവസ്ഥിതി ഇരുന്ന്, ഹല്ലേലൂയ, എല്ലാ ഒറ്റയടിക്ക് വായിക്കാനല്ല, ഓരോ ദിവസവും വായിക്കണം. വായിച്ചിട്ട് ആമേൻ നിങ്ങൾ ആ പുസ്തകം പൂർത്തീകരിക്കണം. ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് പൂർത്തീകരിക്കണം. അങ്ങനെ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഒരുപാട് ദൈവിക വചനങ്ങൾ സ്പർശിപ്പാൻ കാരണമാകും. അങ്ങനെ ആ വചനത്താണ് നിങ്ങൾ നിറയപ്പെടും. പിന്നീട് നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കാൻ ഇരിക്കുന്നു അപ്പോഴെല്ലാം വചനമെടുത്ത് വായിച്ചിട്ട് നിങ്ങൾ മാറിയിരുന്ന് ധ്യാനിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കും. ഹല്ലേലൂയ. അപ്പം ദൈവത്തിന്റെ വചനം ആത്മാവും ജീവനുമാണ്. ആത്മാവും ജീവനുമായിരിക്കുന്ന വചനം നീ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവും ജീവനുമായിരിക്കുന്ന വചനം നിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് ആ വചനം ക്രിയ ചെയ്യും. അല്ലെങ്കിൽ ഹൃദയത്തിന്റെ അന്തർഭാഗത്തിലേക്ക് വചനം എത്തിക്കഴിയുമ്പോൾ നീ മാനസികമായി തകർന്നിരിക്കുന്ന സകല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാകും. ഹല്ലേലൂയ. ഈ ലോകത്തിൽ മനുഷ്യനെ പ്രിയം വെക്കുവാൻ അനവധി കാര്യങ്ങളുണ്ട്. സങ്കീർത്തനക്കാരൻ തനിക്ക് ചുറ്റും നോക്കി ഈ പ്രപഞ്ചത്തെ, പ്രകൃതിയെ, ഭൂമിയെ ഒക്കെ നോക്കി, സൂര്യചന്ദ്ര നക്ഷത്രാദികളെ, സകല പക്ഷിപ്രജാതികളെ, ഇഴജാതികളെ എല്ലാം നോക്കി, അല്ലെങ്കിൽ മനുഷ്യനെ നോക്കി, ആമി കടലിലെ കരയെല്ലാം വേദനിച്ചു, സ്വാമി സൂര്യചന്ദ്ര നക്ഷത്രം എല്ലാം കണ്ട്, തന്റെ കണ്ടുകൊണ്ട്, ദൃശ്യമായി കണ്ടുകൊണ്ട്, കാണാവുന്നതിനെല്ലാം കണ്ട്, തന്റെ സഹോദരന്മാരെ, ബന്ധുക്കളെ, സന്തത സഹചാരികളെ, ആമീൻ, അതുപോലെ തനിക്ക് പ്രിയമായ പലതിനെയും ആമി സങ്കീർണക്കാരൻ കണ്ടു. ഇതെല്ലാം കണ്ടിട്ടും തനിക്ക് അതിനോടൊന്നും പ്രിയം തോന്നിയില്ല. ഹല്ലേലൂയ. അതിനോട് പ്രിയം തോന്നാതെ വന്നു. അപ്പോൾ സംഗീതക്കാരൻ പറയാണ്, നിന്റെ ന്യായപ്രമാണം എനിക്ക് എത്രയോ പ്രിയം. പ്രൈസോ. അപ്പം ഭൂമിയിലുള്ളതല്ല നമ്മൾ പ്രിയം വെക്കേണ്ടത്. ചിലർക്ക് സിനിമാ നടന്മാരെ ഭയങ്കര പ്രിയ, ചിലർക്ക് സ്പോർട്സ് താരങ്ങളെ ഭയങ്കര പ്രിയ, ചിലർക്ക് രാഷ്ട്രീയ നേതാക്കന്മാരെ പ്രിയമാണ്, ചിലർക്ക് മത നേതാക്കന്മാരോട് ഭയങ്കര പ്രിയമാണ്. അങ്ങനെ പിന്നെ ചിലർക്ക് ഭൂമിയിലെ വെറുക്കൂത്തുകളോടൊക്കെ ഭയങ്കര പ്രിയമാണ്. ഹല്ലേലൂയ. ചിലർക്ക് പറയാം എനിക്ക് ഭയങ്കര പ്രിയമാണ്, പ്രിയപ്പെട്ടവനാണ്, പക്ഷെ പ്രിയപ്പെട്ടവളാണ്, പ്രിയപ്പെട്ടവനാണ്, പ്രിയമാണ് എന്നൊക്കെ പറയില്ലേ. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ നിങ്ങൾ പറയുമ്പോൾ ഓർത്തോണം, ഇവിടെ വചനം വായിക്കുമ്പോൾ ഈ സങ്കീർണക്കാരൻ പറയുന്നത് അദ്ദേഹത്തിന് പ്രിയമുള്ളത്, ഞാൻ എൻ്റെ രീതിയുടെ ചിന്തയിലൂടെ പറയട്ടെ, അദ്ദേഹത്തിന്റെ ഭാര്യയോടല്ല, മക്കളോടല്ല, കൊച്ചുമക്കളോട്, മരുമക്കളോടല്ല, ബന്ധുക്കളോട്, സഹചാരികളോടുള്ള, ഭൂമിയിലുള്ള മറ്റൊന്നിനുള്ള ദൈവത്തിന്റെ സൃഷ്ടികളോടല്ല, ഇതിലൊന്നും അല്ല സങ്കീർണക്കാരന്റെ പ്രിയം. സങ്കീർണക്കാരന്റെ പ്രിയം എന്താണ്? ദൈവത്തിന്റെ വചനം, ആത്മാവും ജീവനുമായിരിക്കും ദൈവത്തിന്റെ ന്യായപ്രമാണത്തോടെ പ്രിയം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ള ഒരു മനുഷ്യൻ ഈ ഭൂമി തകർന്നു പോയിട്ടില്ല, തകർന്നു പോകുകയുമില്ല. ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ പ്രിയമായി ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തിൽ ഓരോ സ്റ്റെപ്പ് നീ മുന്നോട്ട് വെക്കുന്നെങ്കിൽ ദൈവം നിന്നോട് കൂടെ നടക്കും, രക്തം ചെയ്യും. നീ തകർന്നിരിക്കുന്ന, തരിപ്പണമായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ ഉയരുവാൻ കഴിയാതെ, ഉയർച്ച പ്രാപിപ്പാൻ കഴിയാതെ, നന്മ കാണുവാൻ കഴിയാതെ, എല്ലാ മേഖലയിലും നീ തകർന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവി പരിശുദ്ധാത്മാവിനോട് പറയുന്നത്, സഹോദര, സഹോദരി, എന്നെ കേൾക്കുന്ന ശ്രോതാവി,
പരിശുദ്ധാത്മാവ് പറയുന്നത്, ആത്മാവും ജീവനുമായിരിക്കുന്ന ഈ വചനം, ഈ ന്യായപ്രമാണം നിനക്ക് പ്രിയമാകുന്നെങ്കിൽ ആമീൻ, നിനക്ക് വെറുക്കപ്പെട്ടതല്ല, നിനക്ക് തടസ്സപ്പെട്ടതല്ല, നിന്റെ മുമ്പിൽ നീങ്ങിപ്പോയതെല്ലാം, നിനക്ക് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടതിനെല്ലാം ദൈവം തരും. അല്ലെങ്കിൽ നിനക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതിനെയെല്ലാം ദൈവം നീക്കി നിനക്ക് പ്രിയമായതിന് ചിലത് ദൈവം തരാൻ പോവുകയാണ്. നിനക്ക് പ്രിയമായത് ചിലത് തരണമെങ്കിൽ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ നീ പ്രിയം വെക്കണം. അതുകൊണ്ടാണ് സംഗീതം ദൈവവചനത്തിന്റെ ബഹുവിധമായ സ്വാധീനതകളുടെ ഒരു പട്ടിക തന്നെ ഈ വാക്യങ്ങളിൽ കാണാൻ കഴിയും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ന്യായപ്രമാണം സംഗീതക്കാർ ഏറ്റവും പ്രിയമാണെന്ന്. ദൈവത്തിന്റെ ന്യായപ്രമാണം സംഗീതക്കാർ ഏറ്റവും പ്രിയമാണ്. നമുക്കോ ആമീൻ ഏറ്റവും പ്രിയമാണോ? ഹല്ലേലൂയ. പ്രിയങ്കരമല്ലാത്ത വിഷയം ധ്യാനിക്കുവാൻ ആർക്കും കഴിയില്ല. അല്ലെങ്കിൽ പ്രിയങ്കരമല്ലാത്ത വിഷയം ധ്യാനിക്കുവാൻ ആർക്കും കഴിയില്ല. നമുക്ക് പ്രിയങ്കരമല്ലാത്ത ഒരു കാരണത്തോടും ഒരു കാര്യത്തോടും നമ്മൾ ചേർന്ന് പോകുന്നില്ല. നമുക്ക് പ്രിയമായതിനോട് മാത്രം. ഹല്ലേലൂയ, സ്തോത്രം. അതുപോലെ ഈ ലോകത്തിൽ വിവിധ വിഷയങ്ങളെ സ്തോത്രം നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. വിവിധ പുസ്തകങ്ങളെ കുറിച്ച് അനേകായിരം ഗ്രന്ഥങ്ങളുണ്ട്. ഈ ലോകത്തിൽ അനേകം മതങ്ങളുണ്ട്. മതങ്ങൾക്കെല്ലാം ഗ്രന്ഥങ്ങളുണ്ട്, അവർക്കെല്ലാം പ്രമാണങ്ങളുണ്ട്. അങ്ങനെ അനേകം മതങ്ങളും ഗ്രന്ഥങ്ങളും അനേക പുസ്തകങ്ങളും അതിന്റെ പതിപ്പുകളും പതിപ്പുകളും ഒക്കെ ഉള്ളപ്പോൾ ഇതെല്ലാം ഉണ്ടെങ്കിലും സംഗീതക്കാരൻ പറയുകയാണ്, എനിക്ക് നിന്റെ ന്യായ പ്രമാണത്തോടെ പ്രിയം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവരുടെ സ്നേഹിത, നമുക്ക് ധ്യാനിക്കുവാൻ കൊള്ളാവുന്ന ഏക ഗ്രന്ഥം സത്യവേദ പുസ്തകമാണ്. ഈ ലോകത്തിന് അനേക പ്രമാണങ്ങൾ ഉണ്ടെങ്കിലും ധ്യാനിക്കുവാൻ പുസ്തകങ്ങൾ ഉണ്ടെങ്കിലും ഏറ്റവും പ്രശസ്തമായ ഏറ്റവും പ്രധാനമായ ജീവനുള്ള ആത്മാവും ജീവനുമായിരിക്കുന്ന, ജീവൻ നിറഞ്ഞു നിൽക്കുന്ന, ജീവൻ തരുന്ന, സൗഖ്യം തരുന്ന, സമാധാനം നൽകുന്ന, സന്തോഷം നൽകുന്ന, രക്ഷ നൽകുന്ന, വീണ്ടെടുപ്പിന്റെ കാരണമായി തീർന്ന ആത്മാവിനാൽ എഴുതപ്പെട്ട ആത്മാവും ജീവനുമായിരിക്കുന്ന ഈ വചനമാണ് നമുക്ക് ഏറ്റവും പ്രിയമാകേണ്ടത്. പ്രൈസലോ. ഹല്ലേലൂയ. നമുക്ക് ഏറ്റവും പ്രിയം ദൈവത്തിന്റെ വചനമായിരിക്കണം. നിങ്ങൾക്ക് ജോർജ് മുള്ളർ എന്ന് പറയുന്ന വിദ്യ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? ഒരു ജോർജ് മുള്ളറിനെ കുറിച്ച് കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ജോർജ് മുള്ളറിന്റെ പുസ്തകമൊക്കെ വായിക്കണം. ജോർജ് മുള്ളർ എന്ന് പറയുന്ന വിശുദ്ധനെ കുറിച്ച് നിങ്ങൾ കേൾക്കണം. നിങ്ങൾ അദ്ദേഹത്തിന്റെ പുസ്തകം വായിക്കണം. അദ്ദേഹം ഒരു വിശ്വാസ വീരനായിരുന്നു. ജോർജ് മുള്ളർ ഒരു വിശ്വാസ വീരനായിരുന്നു. അദ്ദേഹം ഒരു പ്രാർത്ഥനാ വീരനായിരുന്നു. അനുദിനം ദൈവമായി ആഴമേറിയ ബന്ധം പുലർത്തി ജീവിച്ച ഒരു മനുഷ്യനാണ് ജോർജ് മുള്ളർ. ഓരോ ദിവസവും ദൈവത്തിന്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവനായി ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ പ്രിയമുള്ളതാക്കി തീർത്ത് ജോർജ് മുള്ളർ തന്റെ ജീവിതത്തെ ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോയി. ഹല്ലേലൂയ. വളരെ പ്രാർത്ഥന വീരൻ, വിശ്വാസ വീരൻ. ഹല്ലേലൂയ. അവൻ കർത്താവിനെ ഹൃദയം കൊണ്ട് സ്വീകരിച്ചു. ആത്മീയ പാതകളിലൂടെ ജോർജ് മുള്ളർ നടന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ജോർജ് മുള്ളർ പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്തു? 10,000-ലേറെ കുഞ്ഞുങ്ങളെ എടുത്തു വളർത്തി അവർക്ക് ആത്മീയ പിതാവായി മാറി. 10,000-കണക്കിന് കുഞ്ഞുങ്ങളെ, വഴിയോരങ്ങളിലും ആരുമില്ലാത്ത കുഞ്ഞുങ്ങളെ, അനാഥ കുഞ്ഞുങ്ങളെ എടുത്തു വളർത്തി. അല്ലെങ്കിൽ അവരെ ദൈവത്തിന് പ്രിയമുള്ളവരാക്കി മാറ്റുവാൻ, ദൈവവചനം അവർക്ക് പ്രിയമാക്കി കൊടുക്കുവാൻ ദൈവത്തിന് പ്രിയപ്പെട്ടവനായിരുന്ന ജോർജ് മുള്ളറെ ദൈവശക്തമായിട്ട് ഉപയോഗിച്ചെങ്കിൽ അതിന്റെ പിന്നിലെ രഹസ്യം ദൈവത്തിന്റെ ന്യായപ്രമാണം ജോർജ് മുള്ളർക്ക് പ്രിയമായിരുന്നു. അങ്ങനെ 10,000-കണക്കിന് കുഞ്ഞുങ്ങളെ എടുത്തു വളർത്തി അവരുടെ ഹൃദയത്തെ ന്യായപ്രമാണം പ്രിയമുള്ളതാക്കി മാറ്റി. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, കർത്താവിന്റെ വഴിയിലൂടെ നടത്തിയ ആ കുഞ്ഞുങ്ങളെ നടത്തി അവരെ പ്രയോജനപ്പെടുത്തി. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരെ സ്നേഹിത, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ തലമുറകളെ അവരുടെ ഹൃദയത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് നൽകേണ്ടത് കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്. ഇതുപോലെ എന്നെ കേൾക്കുന്ന മാതാപിതാവ് നിരന്തരം ഞാൻ പറയുന്നതാണ്. എല്ലാ ദിവസവും പറയുന്നത് ഈ പാസ്റ്റർക്ക് എന്നും ഇതേ പറയാനുള്ളൂ. എന്താണെന്ന് വെച്ചാല് നിങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ അവരുടെ ചെറുപ്രായത്തിൽ മൊബൈൽ പ്രിയമാക്കി കൊടുക്കുക. മൊബൈലിലെ യൂട്യൂബ്, അതിനകത്തെ പാട്ടുകൾ, അതിനകത്തെ ഇഷ്ടങ്ങൾ, അതിനകത്തെ കളികള്, ഗെയിമുകള്, അതിനകത്തെ എല്ലാ തന്ത്രങ്ങളും, സാത്താൻ ഒരുപാട് പരിപാടി അതൊന്നും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പ്രിയമാക്കി കൊടുക്കാതെ നിന്റെ കുഞ്ഞുങ്ങളെ ദൈവത്തിന്റെ വചനം പറഞ്ഞ് പഠിപ്പിക്കുക. ഈ കാണുന്ന ലോകത്തെ കുറിച്ച് പറഞ്ഞ് പഠിപ്പിക്കണം. സൃഷ്ടാവായി ദൈവത്തെ കുറിച്ച് പഠിപ്പിക്കണം. സൃഷ്ടമായി ദൈവത്തിന്റെ പ്രവൃത്തികളെ കുറിച്ച് പറഞ്ഞ് പഠിപ്പിച്ചാൽ ആ കുഞ്ഞിന്റെ ഹൃദയത്തിൽ അത് സ്ഥിരമായി വസിക്കും. ചെറുപ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ വചനമാകുന്ന വിത്തിട്ട് കൊടുക്കണം. ഹല്ലേലൂയ. വചനമാകുന്ന വിത്ത് ആ കുഞ്ഞിന്റെ ജീവിതത്തിൽ പ്രിയമായി മാറിയാൽ, ആത്മാവും ജീവനുമായിരിക്കുന്ന വചനം നിന്റെ തലമുറയുടെ ഉള്ളിൽ വിതറി കൊടുത്താൽ ആ കുട്ടി വളരും തോറും വചനം അവന് പ്രിയമായി മാറും. പ്രൈസ് ദി ലോർഡ്.
അല്ലെങ്കിൽ നിന്റെ കുഞ്ഞുങ്ങൾ കള്ളുകുടിക്കാരനോ കഞ്ചാവുടിക്കാരനോ MDMA-കാരനോ ഒക്കെ ആയിട്ട് മാറും. ഹല്ലേലൂയ. ഇപ്പോഴത്തെ അച്ചായന്മാരോട് ചോദിക്കുക, അച്ചായ മോന്റെ വിദ്യാഭ്യാസമൊക്കെ എന്തായി? എന്റെ ക്ലാസ് എന്റെ സഹോദരൻ എന്ന് പറയാൻ മകൻ പഠിച്ച് ഇപ്പം മകന് MDMA ഡിഗ്രി എടുത്തിരിക്കാന്നാ പറയുന്നത്. MDMA ഡിഗ്രി. നമ്മൾ സാധാരണ MBBS ഡിഗ്രി, MBA, BBA, അങ്ങനെ MA, MA, പിന്നെ B.Ed ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഡിഗ്രി നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ അച്ചായന്മാരുടെ ചോദിച്ച അച്ചായന്മാർ ഞങ്ങളുടെ മക്കൾ ഇപ്പൊ MDMA എന്ന് പറയും. എന്റെ ഏരിയ മോളെന്താ പഠിക്കുന്നത്? മോളിപ്പം സിന്തറ്റിക് സ്റ്റാമ്പ് ഉണ്ടല്ലോ, അതിലെത്തി എന്ന് പറഞ്ഞാൽ ആ മക്കൾക്ക് ഇപ്പം ഈ മയക്കുമരുന്നിന്റെ ഡിഗ്രിയാണെന്നാ പറയുന്നത് എന്റെ ഏരിയ. അപ്പൊ നമ്മുടെ മകളൊക്കെ എന്തോ നല്ല +2 കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, MA-ക്ക് പഠിക്കുന്നു, MSc-ക്ക് പഠിക്കുന്നു, MCOM-ന് പഠിക്കുന്നു ഒക്കെ പറയും. നമ്മുടെ ചില അച്ചായന്മാർ, ഇന്നത്തെ പെന്തക്കോസ്തേ അച്ചായന്മാർ വരെ പറഞ്ഞ മക്കൾ MDMA സാറേ, MDMA പാസ്സായി. എത്ര നല്ല അവർക്ക് പ്രിയമായത് MDMA ആണ്. അവർക്ക് പ്രിയമായ ഇവിടുത്തെ മയക്കുമരുന്നുകളാണ്. അച്ചായന്മാരുടെ ചോദിച്ചാലും അച്ചായന്മാർ ഞങ്ങൾക്ക് പ്രിയമായത് ഞങ്ങളുടെ അലമാരിന്റെ ഇരിപ്പുണ്ട്, ഞങ്ങളുടെ കട്ടിലിന്റെ ഇടയിരിപ്പുണ്ട്, ഞങ്ങളുടെ അരയിൽ ഞങ്ങൾ തിരികിട്ടുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രിയമായ ഫ്രിഡ്ജിൽ കൊണ്ട വെച്ചിട്ടുണ്ട്. പ്രൈസറോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ബീവറേജിനടിയിൽ കൂടെ പോയപ്പോൾ ഒരു കത്തോലിക്കനാ, ക്രിസ്ത്യാനിയെ ബ്രാൻഡി മേടിച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ ഈ മുണ്ട കൊടുത്തിരിക്കും, ഉടുപ്പൊക്കെ ഇട്ട് അതിൻ്റെ ഇടയ്ക്കോട് തിരികെ വെച്ചു. പണ്ടൊക്കെ ഞാനൊക്കെ ചെയ്തിട്ടുള്ള കേട്ടോ, ഉടുപ്പ് തിരികെ വെച്ചു. അപ്പൊ എന്നിട്ട് പുള്ളി വലിയ മാന്യനായിട്ട് പോവുക. പുള്ളിക്ക് പ്രിയമായത് എന്തോ മേടിച്ച് മുണ്ടിന്റെ കുത്തിനകത്ത് തിരികെ വെച്ചു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾക്ക് പ്രിയമായി മാറേണ്ടത് ദൈവത്തിന്റെ വചനമാണ്. ഞാനിതൊക്കെ പറയുമ്പോൾ ഞാനിതൊക്കെ ചെയ്ത് ശീലിച്ച് ആ പാതയിലൂടെ നടന്ന് നശിച്ച് നാരായണക്കല്ലെടുത്തെന്ന് വേണം പറയാൻ. എന്റെ ജീവിതം കഴിഞ്ഞ കാലങ്ങൾ അങ്ങനെ ആയിരുന്നു. എന്നെ ആദ്യം ദൈവം പിടിപ്പിച്ചു കൊണ്ടുവന്നിട്ട് എന്നോട് പറഞ്ഞ ലോകത്തിലല്ല നീ പ്രിയം വെക്കേണ്ടത്, നീ പ്രിയം വെക്കേണ്ടത് ദൈവത്തിന്റെ വചനത്തിലാണ്. ഞാൻ ദൈവത്തിന്റെ വചനത്തിൽ പ്രിയം വെച്ചപ്പോഴാണ് എനിക്കൊരു സമാധാനം ഉണ്ടായത് കേട്ടോ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം എനിക്ക് എന്ന് പ്രിയമായി മാറിയോ അന്ന് എന്റെ ജീവിതത്തിൽ സമാധാനം വന്നു, അന്ന് എനിക്കൊരു സ്വസ്ഥത വന്നു എന്നുള്ളതാണ്. പാപത്തിന്റെ വശീകരണത്തിനകത്ത് വീണുപോയ, പാപത്തിന്റെ ചെടിക്കുള്ളിൽ വീണുപോയ ഹല്ലേലൂയ ഞാൻ എന്ന് പറഞ്ഞാൽ തേൻ കൊണ്ടുവന്ന് ശേഖരിക്കുന്ന തേനീച്ചയാണെങ്കിലും എടുത്തു വെച്ച് തേനിനകത്തേക്ക് തേനീച്ച വീണാൽ ആ തേനീച്ചയ്ക്ക് ചിറകടിച്ച് പറക്കുവാൻ കഴിയത്തില്ല. തേൻ മധുരമുള്ളതാണ്. ഈച്ചയാണ് തേനൊക്കെ ഉണ്ടാക്കിയത്. അവിടെ ഇവിടെയൊക്കെ പോയി പൂമ്പൊടി കൊണ്ടുവന്ന് തേൻ കൊണ്ടുവന്ന് എല്ലാം ശേഖരിച്ച് വലിയ തേൻ കൂടെ ഉണ്ടാക്കി, തേനടയൊക്കെ ഉണ്ടാക്കി, ഇതൊക്കെ ഈച്ച. പക്ഷെ ആ തേനെടുത്ത് രുചിച്ചിരിക്കുന്ന പാത്രത്തിൽ ഒരു തേനീച്ച വീണത്ത് ചെയ്യുന്നതിന് പിന്നെ പറക്കാൻ പറ്റത്തില്ല. തേനില കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്നെ കേൾക്കുന്നപ്പോൾ സ്നേഹിത, ഈ ലോകത്തിന്റെ മധുരം നൽകുന്ന തേൻ പോലെ നിന്റെ നാവിനെ രുചിപ്പിക്കുന്ന, മനസ്സിനെ രുചിപ്പിക്കുന്ന തേനൂറും വിധത്തിൽ നിന്നോട് സംസാരിക്കുന്ന അനവധി ആളുകൾ കാണും. അതിനകത്ത് നീ പ്രിയം വെക്കരുത്. നീ അങ്ങനെയുള്ളൂ. അതിനകത്ത് വീണാൽ തേനിനകത്ത് വീണ് ചിറകടിച്ച് പകർക്കുവാൻ കഴിയാതെ ആ തേനിൽ കിടന്ന് നശിച്ചതും ചത്തുപോകുന്നത് പോലെ ഈ ലോകത്തിന്റെ മധുരമായ തേനിനെ പോലെ സംസാരിക്കുന്ന തേൻ പോലെ മധുരമുള്ള തേനിനേക്കാൾ ഇമ്പുയർന്ന വാക്കുകൾ നിൽക്കുന്ന അനവധി പൈശാചിക തന്ത്രം കൊണ്ട്, അനവധി ചെട്ടിക ജീവിത സാഹചര്യങ്ങളോട് സദൃശവാക്യമൊക്കെ വല്ലപ്പോഴും വായിക്കണം കേട്ടോ. അതിനകത്ത് കിടപ്പുണ്ട് എന്തൊക്കെയാണെന്ന്. അങ്ങനെ നീ പോയ നീ അവസാനം ഈ ഈച്ച തേനിൽ കിടന്ന് ചത്തതുപോലെ നീ ലോകത്തിൽ ചത്ത് മരവിച്ച് പുഴുവരിച്ച് നീ നരകത്തിൽ പോകും. അല്ലേലൂയ. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്റെ ആയപ്രമാണത് പ്രിയം വെക്കണം. ഹല്ലേലൂയ. സ്തോത്രം. എനിക്കൊരുപാട് അനുഭവങ്ങളൊക്കെ വചനം പറയുമ്പോൾ കേട്ടോ. ഇതൊക്കെ പറയുമ്പോൾ എല്ലാം ഒന്നും ഇങ്ങനെ പറയാൻ പറ്റില്ലാത്തതുകൊണ്ട് എനിക്ക് വചനം കിട്ടിയത് എന്റെ ജീവിതത്തിൽ വലിയ പ്രിയമാകട്ടോ. അപ്പൊ ഈ ലോകത്തിൽ എനിക്ക് പ്രിയം വെക്കുവാൻ അനവധി കാര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും എന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രിയമായി മാറിയത് വചനമാണ്. പണ്ടൊക്കെ എനിക്ക് ഏറ്റവും പ്രിയം മദ്യപാനമായിരുന്നു, പുകവലിയായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ദൈവവചനത്തിലേക്ക് വന്നപ്പോൾ, ദൈവഭാഗത്തേക്ക് വന്നപ്പോൾ ഈ കാണുന്ന അഖിലാണ്ടത്തെ നിർമ്മിച്ച ഈ അണ്ടകടാകത്തിന് ഉടയവനായിരിക്കുന്ന ബ്രഹ്മാണ്ടത്തെ മുഴുവൻ അടക്കി ഭരിക്കുന്ന മാനകുലത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ സ്വർഗമഹിമകളെ വെടിഞ്ഞി ഭൂമിയിലേക്ക് വന്ന ഹല്ലേലൂയ കർത്താവായ യേശു ക്രിസ്തുവിനെ ഞാൻ പ്രിയമാക്കി മാറ്റിക്കഴിഞ്ഞപ്പോൾ എന്റെ ജീവിതത്തിന്റെ സ്ഥിതിഗതികൾക്കെല്ലാം മാറ്റം വന്നു. എന്റെ ശാപങ്ങൾ മാറി, പാപത്തിന് പരിഹാരമായി, എനിക്കൊരു ശുദ്ധീകരണം വന്നു. ലോകത്തിന് പ്രിയമായതെല്ലാം എൻ്റെ ഉള്ളിൽ നിന്ന് പോയി. ദൈവത്തിന്റെ ന്യായപ്രമാണം എനിക്ക് പ്രിയമായി മാറി. അതുകൊണ്ട് ഞാൻ സംഗീതനക്കാരനോട് ചേർന്ന് പറയുക, ഹല്ലേലൂയ, നിന്റെ ന്യായപ്രമാണം എനിക്ക് എത്രയോ പ്രിയം. ഇടവിടാതെ അതെന്റെ ധ്യാനമാകും. അപ്പം വചനം ഇടവിടാതെ നമ്മുടെ ധ്യാനമാകണം.
നിങ്ങൾ ഡെയിലി വചനം വായിക്കുക. ഞാൻ ഡെയിലി വചനം വായിക്കുന്ന ആളാണ്. ഡെയിലി വചനം വായിക്കുക. കാരണം ഡെയിലി വചനം വായിച്ചപ്പോൾ ഞാൻ വിവിധ മെസ്സേജുകൾ കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ ഈ ഫേസ്ബുക്കിലുണ്ട്, അല്ലാതെ ചെറിയ ചെറിയ ഷോർട്ട് മെസ്സേജുകളും അതുപോലെ ചില സൂം മീറ്റിങ്ങുകളൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞത് തന്നെ പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്നും നമുക്ക് വചനം മെസ്സേജും ഒക്കെ വെവ്വേറെ വേണം. അതുകൊണ്ട് ഞാൻ ദിനത്തോറും വചനം വായിക്കുക. കാരണം ദൈവത്തിന്റെ ന്യായപ്രമാണിക്ക് പ്രിയം ആദ്യം ഇടപെടാതെ എന്റെ ധ്യാനമാക്കിയത് കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് കൂടെ ഇരുന്ന് എന്നെ വഴി നടത്തുകയാണ്. പ്രൈസറോ, കഷ്ടമുണ്ട്, പ്രയാസമുണ്ട്, ദുഃഖമുണ്ട്, സങ്കടങ്ങളുണ്ട്, നിങ്ങളെപ്പോലെയുള്ള എല്ലാ വേദനകളും എനിക്കുമുണ്ട്. പക്ഷേ ഞാനതിനേക്ക് അതിജീവിക്കുന്ന ദൈവത്തിന്റെ വചനം കൊണ്ടാണ്. ആത്മാവും ജീവനുമായിരിക്കുന്ന വചനം എന്റെ ഹൃദയത്തിനകത്ത് പ്രിയമായപ്പോൾ എന്റെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമായി. ശാരീരികമായ ബലഹീനതകൾ എനിക്കുമുണ്ട്, ശാരീരികമായ രോഗങ്ങൾ എനിക്കുണ്ട്, മാനസികമായ പ്രശ്നം എനിക്കുണ്ട്, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഏറെയുണ്ട്. ആമേൻ. ജീവിതത്തിൽ രണ്ടറ്റം കൂട്ടുമുട്ടിക്കാൻ വേണ്ടി നിങ്ങളെപ്പോലെ തന്നെ ഭാരപ്പെടുന്ന വ്യക്തിയാണ് ഞാനും. അങ്ങനെയൊക്കെ എല്ലാ കഷ്ടങ്ങളും എനിക്കും ഉണ്ടെന്നേ. പക്ഷേ എന്നെ അതിൽ നിന്ന് ജീവിപ്പിക്കുന്നത് എന്താണെന്ന് പറയാമോ? ദൈവത്തിന്റെ വചനമാണ്. എൻ്റെ ഈ ദൈവവചനം എൻ്റെ ന്യായപ്രമാണം എൻ്റെ ഏറ്റവും വലിയ പ്രിയമായി മാറിക്കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വേദനകളെയൊക്കെ അങ്ങ് മറക്കുക. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, വചനത്തിന് എൻ്റെ ഉള്ളിൽ നീ സ്ഥാനം കൊടുത്താൽ, ദൈവത്തിന്റെ ന്യായപ്രമാണം നീ പ്രിയമാക്കിയാൽ നിന്റെ കുടുംബത്തിന്റെ അരിഷ്ടാവസ്ഥയെ മുഴുവൻ ദൈവം മാറ്റിത്തരും. നിന്റെ കെണികൾ, നിന്റെ കടക്കെണികൾ എല്ലാം ദൈവം മാറ്റും. നിന്റെ സങ്കടങ്ങളെ ദൈവം മാറ്റും. നിന്റെ കുടുംബത്തിന്റെ ആഭിചാര, മന്ത്രവാദ, ദുർമന്ത്ര, ദുർസേവ, ദുർഭൂതാരാധന ശക്തികളിലെ വ്യാപാരങ്ങളിൽ നിന്റെ ഭവനത്തെ വിട്ടു മാറും. നിന്റെ തലമുറയെ നശിപ്പിക്കുന്ന പാപ ജഡിക ചിന്തകളിൽ നിന്ന് തലമുറ വിടുവിക്കപ്പെടും. നിന്റെ ഭർത്താവിനെ മദ്യത്തിന് അടിമയാക്കി മാറ്റി, നിന്റെ ഭാര്യയെ മദ്യത്തിന് അടിമ, നിന്റെ മക്കൾ, നിന്റെ കുടുംബം തന്നെ മദ്യത്തിന് അടിമയാണോ? ഇന്ന് പകൽ ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ നീ പ്രിയമാക്കുക. നിന്റെ കുടുംബത്തിന് നീ പറഞ്ഞു കൊടുക്ക. പാപത്തിന്റെ അതിശാപത്തിൽ നിറഞ്ഞു കിടക്കുന്ന നിന്റെ കുടുംബത്തെ ദൈവം മോചിപ്പിക്കും കേട്ടോ. പ്രൈസലോ. പല കുടുംബങ്ങളും ശാപത്തിന് കീഴില്ല. ശാപം മാറ്റാൻ വേണ്ടി ഉലകം ചുറ്റി നടക്കുക. എത്ര കാലമായി നടക്കാൻ തുടങ്ങിയിട്ട് കുടുംബത്തിന്റെ സമാധാനത്തിന്റെ സന്തോഷം എവിടെല്ലാം കൂടെ സ്വോത്രകാഴ്ചകളും വഴിപാടുകളും നേർച്ചകളും ഒക്കെ നീ നടത്തി, എന്തെല്ലാം ചെയ്ത് എവിടെല്ലാം പോയി. ഇന്നും നിനക്ക് സമാധാനം കിട്ടിയോ? ഒരിക്കലും കിട്ടത്തില്ല. എങ്ങനെ കിട്ടാനാ? ലോകപ്രകാരം ഉള്ളതിനെ നീ പ്രിയം വെച്ച് ലോകക്കാർ ചെയ്യുന്ന പോലെ നീ പോകാതെ ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ നീ പ്രിയം വെക്കുന്നെങ്കിൽ ഹല്ലേലൂയ, നിന്റെ ഹൃദയത്തിനകത്ത് സമാധാനം തരുവാൻ യേശുവിന് കഴിയും. ഹല്ലേലൂയ. അപ്പൊ ജോർജ് മുള്ളറൊക്കെ ശക്തനായ മനുഷ്യനായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ആദ്യം ഓടുന്ന ഓട്ടക്കളം ഏതാണെന്ന് ചിന്തിക്കണം. നിങ്ങൾ ആദ്യം ഓടുന്ന ഈ ഓട്ടക്കളം ഏതാണ്? നിങ്ങൾ ഒരുപാട് ട്രാക്കുകൾ തെറ്റി ഓടുന്ന ആളാണ്. നിങ്ങൾ ശരിയായ പാതയിലാണ് ഓടുന്നെങ്കിൽ ആ ഓട്ടക്കളത്തിനകത്ത് നിങ്ങളെ വിജയത്തിലെത്തിപ്പാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ടാണ് എബ്രായ ലേഖനമൊക്കെ വായിക്കുമ്പോൾ, എബ്രായ ലേഖനം 12-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണും, ആകയാൽ നാമും സാക്ഷികൾ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപം വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണം. എന്തൊക്കെയാ വിടേണ്ടിയത്? സകല ഭാരവും മുറുകെ പറ്റുന്ന പാവം, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രിയം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ പ്രിയമാക്കിയിരിക്കുന്നത് സകല ഭാരവും ഹല്ലേലൂയ മുറുകെ പറ്റുന്ന പാപം. അത് നിങ്ങൾ വിട്ടിട്ട് നിങ്ങൾ ദൈവ വഴിയിലേക്ക് വന്ന് ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ പ്രിയമാക്കിയിട്ട് വചനമാകുന്ന ട്രാക്കിലൂടെ നീ ഓടാൻ തുടങ്ങിയാൽ, വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവെച്ചതിനായി യേശുവിനെ നീ നോക്കുന്നെങ്കിൽ നിന്റെ ജീവിതം വിജയത്തിന്റെ പാതയിലെത്തിപ്പാൻ കർത്താവിന് കഴിയും കേട്ടോ. അതുകൊണ്ട് നീ ഓട്ടം സ്ഥിരതയോടെ ഓടണം. അല്ലെങ്കിൽ എന്തോ സ്ഥിരതയോടെ ഓടുക. ക്ഷമയോടും സ്ഥിരതയോടും കൂടെ ഓടിയില്ലെങ്കിൽ വിജയം കൈവരിക്കുവാൻ കഴിയുകയില്ല. അല്ലെങ്കിൽ ക്ഷമയോടും വളരെ ക്ഷമയോടും അല്ലെങ്കിൽ സ്തോത്രം, അതുപോലെ ക്ഷമയോടും സ്ഥിരതയോടും കൂടെ ഓടണം. നിങ്ങൾക്ക് ക്ഷമയുമില്ല, സ്ഥിരതയില്ലാതായി പോയി, പിന്നെ നിങ്ങൾക്ക് ഓടാൻ കഴിയുന്നില്ല. നിങ്ങൾ ഓടി ട്രാക്ക് തെറ്റിപ്പോവുകയാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ലക്ഷ്യം വിദൂരമാണെന്നും ഓട്ടം പ്രയാസമാണെന്ന് ചിന്തിച്ചാൽ ഓട്ടത്തിൽ ഉത്സാഹമില്ലാത്തവരായി തീരും. ഹല്ലേലൂയ. ലക്ഷ്യം വളരെ വിദൂരമാണ്, ഓടാൻ ഭയങ്കര പാടാണ് എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചാൽ വിജയം ഒരുപാട് അകന്നു പോകും. എന്നാൽ നിങ്ങൾ വിദൂരത്തിലുള്ള ലക്ഷ്യത്തെ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ കൈവശമാക്കുന്ന സ്വന്തമാക്കണമെങ്കിൽ നിങ്ങളുടെ ഓട്ടം സ്ഥിരതയോടെ ഓടണം. അതുകൊണ്ട് ദൈവത്തിന്റെ ന്യായപ്രമാണം നിങ്ങൾക്ക് പ്രിയമായി മാറണം. ഹല്ലേലൂയ. ഈ ലോകത്തിൽ പ്രിയമായതിനൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ നീ പ്രിയമാക്കി നീ ദൈവത്തിൽ നിൽക്കുന്നെങ്കിൽ സർവശക്തനായ ദൈവം ഇന്ന് പകൽ നിന്നോട് പറയുന്ന ശക്തമായ ദൂത്, നീ സ്ഥിരതയോടെ
ഭക്തിയോടും ലക്ഷ്യബോധത്തോടും കൂടെ നീ ദൈവികമായ പാതയിൽ ഓടുന്നെങ്കിൽ ആ പാതയിൽ സ്ഥിരമാക്കുവാൻ ദൈവത്തിന് കഴിയും. നിന്റെ കഷ്ടങ്ങളെ, നിന്റെ സങ്കടങ്ങളെ, ദുഃഖങ്ങളെ, കണ്ണുനീരിനെ ഒക്കെ ദൈവം മാറ്റിയിട്ട് നിനക്ക് ചില ഉയർച്ചയുടെ വാതിലുകളെ ദൈവം തുറന്നു തരും കേട്ടോ. ഹല്ലേലൂയ. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട് ദൈവത്തിന്റെ ആത്മാവി പ്രഭാതത്തിനോട് പറയും ശക്തമായി, ദൂത് നിന്റെ ജീവിതത്തിൽ ദൈവം ചില നന്മയുടെ വാതിൽ തുറക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ചില അനുഗ്രഹത്തിന്റെ വാതിൽ തുറക്കാൻ പോയ കഴിഞ്ഞ കാലങ്ങളായി നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുണ്ടല്ലോ, നീ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുണ്ട്. അതിന്റെ നടുവിൽ യേശുക്രിസ്തുവിന് ചിലത് ചെയ്യുവാനുണ്ട്. ഇന്ന് പകൽ സംഗീതനക്കാരൻ പറഞ്ഞു, നിന്റെ ന്യായപ്രമാണം എനിക്ക് എത്രയോ പ്രിയം, അല്ലൊരു ഇടപെടാതെ എന്റെ ധ്യാനമാകുന്നു. നീ ദൈവോദരത്തെ പ്രിയമാക്കി നീ ധ്യാനിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽ പ്രിയമായവൻ നിനക്ക് വേണ്ടി പലതും ചെയ്യും, രക്തം ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, ഹല്ലേലൂയ, ഓട്ടം ലക്ഷ്യം വിദൂരമാണെന്നും ഓട്ടം പ്രയാസമാണ്, ചിന്തിച്ചാൽ ഓട്ടത്തിൽ ഉത്സാഹമില്ലാത്തവനായി തീരും. നമ്മുടെ ജീവിതമാകുന്ന ഓട്ടം അല്ലെങ്കിൽ ചുരുങ്ങിയ കാലത്തേക്കുള്ളതേ. നമ്മുടെ ജീവിതമാകുന്ന ഓട്ടം എന്നാൽ ചുരുങ്ങിയ കാലം, ഏറിയാൽ 70 അല്ലെങ്കിൽ 80, ചിലപ്പോൾ കുറച്ചുകൂടെ മുന്നോട്ട് പോകാം. അപ്പം നമ്മുടെ ജീവിതകാലം ചുരുങ്ങിയ ഓട്ടക്കളത്തിൽ, ആ ചുരുങ്ങിയ കാലം കൊണ്ട് നമ്മൾ ഓടുന്നത് എവിടെയായിരിക്കണം? ദൈവത്തിന്റെ വചനത്തിലൂടെ ആയിരിക്കണം. രക്തം ചെയ്യ വലേരിയ. നീ ദൈവിക പാതയിലാണ് ഓടുന്നെങ്കിൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ശ്രോതാവേ, ഇന്ന് വരെ നീ അനുഭവിച്ച കഷ്ടം മാറും. ഇന്ന് നിന്റെ ഭവനത്തിനകത്ത് കൂരിരുളിന്റെ അനുഭവമല്ലേ? നിന്റെ ഭവനത്തിന്റെ അവസ്ഥ മരണനിഴലിൽ താഴ്വര പോലെയല്ലേ? നിന്റെ കുടുംബത്തിനകത്ത് കണ്ണുനീരല്ലേ, പിറുപിറുപ്പല്ലേ? സമാധാനത്തോടെ നിനക്ക് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ കഴിയുന്നുണ്ടോ? സമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിയുന്നുണ്ടോ? സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്നുണ്ടോ? എവിടെ നോക്കിയാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും 4 ദിക്കിലേക്ക് നോക്കിയാലും നിനക്ക് പ്രശ്നങ്ങൾ മാത്രമല്ലേ സഹോദര സഹോദരി? ഇത് മകൻ ദൈവത്തിന്റെ ആത്മാവ് നിന്നെ അത് വിടുവിക്കുവാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെ? നീ ദൈവത്തിന്റെ വചനത്തിൽ പ്രിയം വെക്കുമ്പോൾ ആ വചനം നിന്റെ ജീവിതത്തെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനമാണ് എല്ലാത്തിനേക്കാൾ പ്രിയം വെക്കേണ്ടത്. ഈ ലോകത്തിൽ ഏറ്റവും പ്രിയം വെക്കേണ്ടത് വചനത്തിലാണ്. ഒരിക്കൽ യേശു പത്രോസെ നിനക്ക് എന്നോട് പ്രിയമുണ്ടോ? ഹല്ലേലൂയ. പത്രോസ് പ്രിയമുണ്ട്, എന്നാ നീ എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. വീണ്ടും ചോദിച്ചു, പത്രോസേ നിനക്ക് എന്നോട് പ്രിയമുണ്ടോ? എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. മൂന്നാമത് ചോദിച്ചു, പത്രോസേ നിനക്ക് എന്നോട് പ്രിയമുണ്ടോ? ഇവരിൽ അധികമായി പ്രിയമുണ്ടോ? അപ്പം പത്രോസ് പറഞ്ഞു, ഇവർ കർത്താവ് എല്ലാം നീ അറിയുന്നു. അതെ, ഏറ്റവും പ്രിയമായവൻ യേശു കർത്താവാ. ഏറ്റവും പ്രിയമായ യേശുവ. ഈ ലോകത്തിൽ ഏറ്റവും പ്രിയമായ യേശുവ. പണമല്ല പ്രിയമായത്, പാരമ്പര്യമല്ല പ്രിയം. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ പോലെ നിന്റെ പാരമ്പര്യം നീ ഭയങ്കര പ്രിയമായിട്ട് പറയും. പാരമ്പര്യമല്ല പ്രിയം കേട്ടോ. ഈ ലോകത്തിന്റെ പണമല്ല പ്രിയം. ഈ ലോകത്തിന്റെ സ്ഥാനമാനങ്ങളോ അധികാരങ്ങളോ ഒന്നും അല്ല പ്രിയം. ഈ ലോകത്തിന്റെ കസേരകളൊന്നും അല്ല പ്രിയം. നിനക്ക് ലോകത്തിൽ പ്രിയമായി തോന്നിയതെല്ലാം ചവറാണ്. ഹല്ലേലൂയ. നിനക്ക് ലോകത്തിൽ പ്രിയമായി തോന്നി നിന്റെ കുടുംബമാകട്ടെ, പാരമ്പര്യമാകട്ടെ, നിന്റെ പൗരോഹിത്യമാകട്ടെ, നീ ആശ്രയിക്കുന്നത് പലതും ചവറാണ്. ഹല്ലേലൂയ. ക്രൈസ്തവ വിശ്വാസികൾ പലതിനും ചവറായിട്ട് കാണാൻ കഴിയണം കേട്ടോ. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് പ്രിയം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം, ആത്മാവും ജീവനുമായിരിക്കുന്ന വചനമാണ് പ്രിയം. ഹല്ലേലൂയ. ചിലര് അവരുടെ സൗന്ദര്യമാണ് ഭയങ്കര പ്രിയം. സൗന്ദര്യമാണ് ചിലർക്ക് ഭയങ്കര പ്രിയം, ചിലർക്ക് പാരമ്പര്യമാണ്, ചിലർക്ക് പണമാണ്, ജോലിയാണ്, ചിലർക്ക് ഹല്ലേലൂയ എന്തൊക്കെയാണ് പ്രിയമാണെന്ന് പറയുന്നത്. ചിലർക്ക് അല്ലേ, നിങ്ങളിതിന്റെ കണക്കിട്ട് നിങ്ങൾക്ക് പ്രിയമായതെല്ലാം കൂടെ എന്താണ് നിങ്ങൾ പേപ്പർ എഴുതി വെച്ച് നോക്ക് പ്രിയം. എന്നിട്ട് നിങ്ങൾ പറയണം, കർത്താവ് ഇതെല്ലാം ചവറാണല്ലോ, ഇതെല്ലാം ചണ്ടിയാണല്ലോ, ഇതെല്ലാം തീക്കായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാണല്ലോ. എനിക്ക് പ്രിയമാണ് ഈ ഭൂമി, ഞാൻ കണ്ടതെല്ലാം ഒരു പിടി ചാരമായി മാറുന്ന ദിവസം ഉണ്ടല്ലോ. ഇതെല്ലാം തീക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് കർത്താവ് ഒരു പിടി തീക്കായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന എനിക്ക് പ്രിയമായി തോന്നിയതൊന്നും എന്റെ ജീവിതത്തിൽ വേണ്ട. ഒരിക്കലും തീയായി മാറാത്തത്, തീ കൊണ്ട് കരിച്ചു കളയാൻ കഴിയാത്ത ദൈവത്തിന്റെ വചനം, അതാണ് എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രിയമെന്ന് നീ പറയുന്നെങ്കിൽ ആ വചനം നിന്നെ ജീവിപ്പിക്കും കേട്ടോ. അല്ലെങ്കിൽ ഞാൻ പണ്ട് ലോകത്തിൽ ഒരുപാട് കാര്യങ്ങളെ പ്രിയം വെച്ചുകൊണ്ട് നടക്കുന്നത്. പണ്ട് എൻ്റെ കയ്യിൽ എപ്പോഴും പണ്ട് ഞാനൊക്കെ വീടി മേടിക്കുന്ന കാലം ദിനേശ് വീടി, അന്ന് ഇപ്പോഴൊന്നും അറിയത്തില്ല കേട്ടോ. ദിനേശ് വീടി അതൊരു 3-4 പാക്കറ്റൊക്കെ 10 എണ്ണത്തിന്റെ കവറാണ്. ഒരു 3-4 പാക്കറ്റ് ഒരു തീപ്പെട്ടിയൊക്കെ കൈ പിടിച്ച് നടന്നാലും എനിക്ക് ഉറക്കം വരുള്ളായിരുന്നു. അന്ന് അത്ര പ്രിയമായിരുന്നു. എന്ന് പറഞ്ഞാൽ വലിച്ചു ഊതി പുക വിടുക, ട്രെയിനിൽ പുക പോകുന്ന ഓരോ ഓടി വിടുക എന്ന് പറഞ്ഞാൽ മണ്ടനെ പോലെ വട്ടനെ പോലെ പിശാചി ബാധിച്ച് നടന്ന് എന്നെ
ഈ വിളി വിളിച്ച് ഇങ്ങനെ ഊതി മറ്റുള്ളവർക്കെല്ലാം ദോഷം വരുത്തി എനിക്ക് പ്രിയമായത് പിന്നെയുള്ള കള്ളും കടിച്ച് കഞ്ചാവ് കടിച്ച് പ്രിയമായതെല്ലാം ഞാൻ കൊണ്ട നടത്തും. അതെല്ലാം സാത്താനായിരിക്കും തന്നത് കേട്ടോ. നിന്നെ കൊണ്ട് കള്ള് കുടിപ്പിക്കുന്നത് പിശാച, നിന്നെ കൊണ്ട് പുക വലിപ്പിക്കുന്ന പിശാച, നിന്നെ കൊണ്ട് വെറ്റില മുറിക്കുന്ന പിശാച. പാൻമസാല നീ തിന്നാലും പാൻപരാഗ് തിന്നാലും തമ്പാക്ക് തിന്നാലും തുളസിപ്പാക്ക് തിന്നാലും ബബിൾക്ക് തിന്നാലും ചൂയിക്ക് നീ ചവച്ചു തൂപ്പി റോഡിലിട്ട് അതെല്ലാം നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന പിശാച. നിന്റെ മേൽ ഭൂതമുണ്ടെന്നുള്ളതിന്റെ പ്രവൃത്തി കൊണ്ട് കാണുമ്പോൾ അറിയാം. ഹല്ലേലൂയ. അതുകൊണ്ട് നിനക്ക് ദൈവത്തിന് പ്രിയമല്ലാത്തതെല്ലാം നീ നീക്കി കളയണം. നീ വീട്ടിൽ വഴക്കുണ്ടാക്കുന്നവനാണോ, ഭാര്യയെ ചീത്ത വിളിക്കുന്നവനാണോ, ഭാര്യയെ അടിക്കുന്നവനാണോ, ഭർത്താവിനെ അടിക്കുന്നവളാണോ നീ? നിന്റെ മേൽ ഒരു ഭൂതമുണ്ട്. അപ്പനെയും അമ്മയും ചീത്ത പറയുന്ന മക്കളാണോ, നിന്റെ മേലും ഭൂതമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ലോകത്തിന് അനാവശ്യമായ അധാർമികമായ ജീവിത രീതി ചെയ്യുന്ന, നീ പിടിച്ചു വലിക്കുന്ന മോഷ്ടിക്കുന്നവനാണോ, നീ കൈക്കൂലി വാങ്ങുന്നവൻ, കൊള്ള ചെയ്യുന്ന അഴിമതിക്കാരനാണോ, നീ കസേരകളി നടത്തുന്നവനാണോ, കസേരയ്ക്ക് വേണ്ടി നീ ഓടുന്നവനാണ്, അതിനുവേണ്ടി തമ്മിലടി സ്ഥാപിക്കകത്ത് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവനാണോ, എല്ലാവരെക്കാൾ ഉന്നതരായി നിൽക്കാൻ വേണ്ടി നീ ആഗ്രഹിക്കുന്നു, അതെല്ലാം നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന സാത്താന കേട്ടോ. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞ് താഴ്മ ഇരിക്കാനാ പറഞ്ഞത്. സ്വോത്രം. അപ്പൊ നമുക്ക് പ്രിയമായതിനെല്ലാം മാറ്റി കളഞ്ഞിട്ട് കർത്താവോട് പറഞ്ഞ, കർത്താവേ നിന്റെ ന്യായപ്രമാണം എനിക്ക് പ്രിയമാണ്. ഹല്ലേലൂയ. ഇടപെടാതെ അതിന്റെ ധ്യാനമാകുന്നു. അതിനേക്കാൾ പ്രിയമായത് ഒന്നുമില്ല കേട്ടോ. ദൈവത്തിന്റെ വചനത്തെക്കാൾ പ്രിയമായത് ഈ ഉലകത്തിലൊന്നുമില്ല. കർത്താവായ യേശുക്രിസ്തു ഈ ലോക രാജ്യങ്ങളിൽ വേണ്ടുന്നതെല്ലാം സൃഷ്ടിച്ചു. ഓരോ രാജ്യത്തിനും അതതിന്റെ സംസ്കാരം അനുസരിച്ച് ജീവിത സാഹചര്യം മനുഷ്യന്റെ രീതികൾ അറിഞ്ഞ് അവർക്ക് വേണ്ടുന്നതെല്ലാം സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അതെല്ലാം പ്രിയമാണെന്ന് പറഞ്ഞ് നടന്നാൽ നമുക്ക് സ്വർഗരാജ്യത്തിലെത്താൻ പറ്റത്തില്ല. ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഏറ്റവും പ്രിയമായതായി കാണേണ്ടത് യേശുവിനെ, അതിന് ശേഷമേ മറ്റെന്തും പ്രിയമാക്കാവുള്ളൂ. രക്തം ചെയ്യും. കുടുംബം പോലും കർത്താവായ യേശുക്രിസ്തുവിനെ പ്രിയമാക്കിയിട്ട് വേണം കുടുംബത്തെ പോലും പ്രിയമായി കരുതാൻ. അപ്പനെയും അമ്മയെക്കാൾ പ്രിയമാക്കി മാറ്റേണ്ടത് ദൈവത്തിന്റെ വചനമാണ്. മക്കളെക്കാൾ പ്രിയമാക്കി മാറ്റേണ്ടത് ദൈവത്തിന്റെ വചനം. ചിലർക്ക് വില കൂടിയ വസ്ത്രമാണ് പ്രിയം. ഹല്ലേലൂയ. വില കൂടിയ വസ്ത്രങ്ങള്, വില കൂടിയ പാന്റുകള്, വില കൂടിയ പെർഫ്യൂമുകള് എന്നൊരു ഈ ലോകത്തിലെ പ്രിയം വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നീ ഒരിക്കലും നിത്യത്തിലെത്തത്തില്ല. ജോർജ് മുള്ളറിനെ പോലെ ദൈവത്തിന്റെ വചനം പ്രിയമാക്കി നീ ജീവിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, 10,000 കുഞ്ഞുങ്ങളെ എടുത്ത് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് അനേക കുഞ്ഞുങ്ങളെ ഹൃദയങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ പ്രിയമുള്ളതാക്കി കൊടുത്ത ജോർജ് മുള്ളറിനെ പോലെ നീ ശക്തനായ ഒരു പ്രാർത്ഥന മനുഷ്യനായി മാറണം. ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ആത്മാവിന്റെ തീ ഇറങ്ങി വരണം. പരിശുദ്ധാത്മാവിന്റെ തീ ഇതിന്റെ ആത്മാവിൽ കത്തണം. ആത്മാവിൽ നീ പ്രാർത്ഥിച്ച് ആത്മാവിൽ നിറയപ്പെട്ട് പരിശുദ്ധാത്മാവിൽ നീ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ലോകത്ത് നിനക്ക് പ്രിയമായതെല്ലാം ആത്മാവിന്റെ തീ അത് നശിപ്പിച്ചു കളഞ്ഞിട്ട് ദൈവത്തിന്റെ വചനം നിന്റെ ഉള്ളിൽ പ്രിയമായി മാറും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സ്നേഹിത, നാം ദൈവത്തിന്റെ വചനത്തിലേക്ക് മടങ്ങി വരണം. ഇവിടെ 119 സങ്കീർത്തനം വായിക്കുമ്പോൾ സംഗീതക്കാരൻ പറയാം, 119 സങ്കീർത്തനം 18ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ പറയാം, നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമെന്ന്. 119 സംഖ്യ 18ാം വാക്യത്തിൽ സംഗീതക്കാരന്റെ ഏറ്റവും പ്രിയമായതിന് ആഗ്രഹിക്കുക. സംഗീതക്കാരന്റെ ഏറ്റവും പ്രിയമായത് എന്താണോ? ദൈവത്തിന്റെ ന്യായപ്രമാണമാണ്. ആ ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ കാണേണ്ടതിന്റെ കണ്ണുകളെ തുറക്കണമേ എന്ന് പറഞ്ഞ് സംഗീതക്കാരൻ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ശ്രോതാവേ, ഇന്ന് പകൽ ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമേ എന്ന് പറഞ്ഞ് നീ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, യേശുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കർത്താവ് നിനക്ക് കാണിച്ചു തരും. രക്തം ചെയ്യും. നിനക്ക് ഏറ്റവും പ്രിയമായത് കാണാൻ കണ്ണുകളെ തുറക്കണമേ. സംഗീതക്കാരൻ പറയും, ഏറ്റവും പ്രിയമായത് കാണാൻ എന്റെ കണ്ണുകളെ ഒന്ന് തുറക്കണമേ. നിങ്ങൾക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുമോ സഹോദര സഹോദരി? നിങ്ങൾ ദൈവവചനം എടുത്ത് നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ആ വചനം 119-18 വാക്യം നിങ്ങൾ വായിക്കണം. കർത്താവേ, നിന്റെ ന്യായപ്രമാണത്തിൽ അത്ഭുതങ്ങളെ കാണാൻ എന്റെ കണ്ണുകളെ തുറക്കണമേ എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ ധ്യാനിക്കുന്നെങ്കിൽ നിശ്ചയമായും ദൈവം നിന്റെ മുമ്പിൽ ചില അത്ഭുതങ്ങളെ കാണിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ സ്തോത്രം. അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ വേദപുസ്തകം വായിച്ചു പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഒരു പക്ഷിക്ക് 2 ചിറകുകൾ ഉണ്ടെങ്കിലേ പറക്കാൻ പറ്റത്തുള്ളൂ. ഒറ്റ ചിറകുള്ള പക്ഷി എവിടെയെങ്കിലും പറന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ?
ഒരു ചിറക് കൊണ്ട് ഒരു പക്ഷിക്കും പറക്കാൻ പറ്റത്തില്ല. രണ്ട് ചിറകും കൂടെ അടിച്ചെങ്കിൽ മാത്രമേ ഏതൊരു പക്ഷിക്കും ചിറകടിച്ച് ഉയരാൻ പറ്റത്തുള്ളൂ. അപ്പം ചിറകടിച്ചുയരണമെങ്കിൽ രണ്ട് ചിറകുകൾ ഒന്നിച്ച് വർക്ക് ചെയ്യണം. ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് ഒന്നിച്ച് മുന്നിൽ ദൈവസന്നിധിയിൽ നിൽക്കണമെങ്കിൽ, ദൈവത്തോട് ചേർന്ന് നടക്കണം, ദൈവത്തോടൊപ്പം വാസം ചെയ്യണമെങ്കിൽ, ദൈവരാജ്യത്തിലെത്തണമെങ്കിൽ, നിങ്ങൾ ചിറകടിച്ചുയരണമെങ്കിൽ ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ നീ പ്രിയമാക്കണം. ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ പ്രിയമാക്കി അത് ഇടവിടാതെ നിന്റെ ധ്യാനമായി മാറുമ്പോൾ രണ്ട് ചിറകുള്ള പക്ഷി ചിറകടിച്ചുയരുന്നത് പോലെ കർത്താവിന്റെ വരവിൽ നിനക്ക് പറന്നുയരാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ന്യായപ്രമാണം പ്രിയമായി മാറണം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഈ പല ആളുകളും വലിയ പക്ഷികൾ എപ്പോഴും ചിറക് വിടർത്തി പറക്കാൻ നിൽക്കുന്നത് പോലെയാണ് നിൽക്കുന്നത്. എന്നാൽ പലരും താറാവിനെ പോലെയാ. അല്ലെങ്കിൽ ഞാൻ നല്ലൊരുക്കി പറഞ്ഞു, പലരും പക്ഷികളുടെ കൂട്ടത്തിലാണ് താറാവ്. താറാവ് എന്ത് ചെയ്യും? ഇര വരുന്നത് കാണുമ്പോൾ താറാവിനെ പിടിക്കാൻ ചെന്നായി വരുന്ന കാണുമ്പോൾ, അല്ലെങ്കിൽ കുറുക്കം വരുന്ന കാണുമ്പോൾ ഈ താറാവ് എന്ത് ചെയ്യും? ചിറകടിച്ച് പറക്കാൻ നോക്കും. പക്ഷെ അതിന് ചിറകടിക്കാനേ പറ്റും, പറക്കാൻ പറ്റത്തില്ല. ചിറകടിച്ച് പറക്കാൻ വിളിക്കുക, അല്പം ഒന്ന് പൊങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ താഴെ വീഴും. കാരണം എന്തായാലും ഭയങ്കര വെയിറ്റ് കൊണ്ട് പറക്കാൻ പറ്റില്ല. ചിറകന് എന്റെ ഭാരം താങ്ങാൻ പറ്റത്തില്ല എന്ന് പറയും. പലരും ഇന്ന് താറാവിനെ പോലെ ചിറകടിക്കുന്നുണ്ട്, പക്ഷെ പറക്കാൻ പറ്റുന്നില്ല. ഇര വന്ന് ചെന്നായി വന്ന് കുറുക്കം വന്നതിനെ പിടിക്കും, സാത്താൻ വന്നതിനെ പിടിക്കുന്നതിന് മുമ്പ് പക്ഷികൾ ചിറകടിച്ച് ഉയരുവാൻ നിൽക്കുന്ന പോലെ ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ നീ പ്രിയമാക്കിക്കൊണ്ട് കർത്താവിന്റെ വരവിനായി ഒരുങ്ങണം. പ്രൈസ് ദി ലോർഡ്. സംഗീതക്കാരൻ പറഞ്ഞവിടെ ന്യായപ്രമാണത്തിൽ അത്ഭുതങ്ങളെ കാണാൻ നിന്റെ കണ്ണുകൾ തുറക്കണം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന വേദപുസ്തകം മുഴുവൻ നിങ്ങൾ വായിച്ച് നിങ്ങൾ സന്തുഷ്ടരായി മാറണം. ഹല്ലേലൂയ. ദൈവവചനങ്ങളുടെ ഹൃദയത്തിൽ ഹല്ലേലൂയ കാണാപ്പാടമാക്കി മാറ്റണം. ആകാശവും ഭൂമിയും മാറിപ്പോകും, എന്റെ വചനങ്ങൾക്ക് ഒരു മാറ്റവുമില്ലെന്നാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സംഗീത 119:1 പറയുന്നത്, യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായ ഒരു ഭാഗ്യവാന്മാർ. യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ. നടപ്പിൽ മുഴുവൻ നിഷ്കളങ്കരവർ. ആ ഭാഗത്തെക്കുറിച്ച് ഒരു മെസ്സേജ് പറയാൻ സമയം ഞാൻ വാക്യം കൂടെ. നടപ്പിൽ നിഷ്കളങ്കരായവർ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവി, പിതാവി, സഹോദര, ശ്രോതാവി, നീ നടപ്പിൽ നിഷ്കളങ്കനാണോ എന്ന് നീ നിന്നെ തന്നെ ശോധന ചെയ്താട്ട്. നിനക്ക് പ്രിയമായതിനെല്ലാം മാറ്റി. ചിലർക്ക് ഈ പ്രേമം ഭയങ്കര പ്രിയമാണ്. ഹല്ലേലൂയ. ചിലർക്ക് പ്രേമം ഭയങ്കര പ്രിയമാണ്. ഇന്നത്തെ കാലത്ത് പ്രേമമാണ് പലതിനെ നശിപ്പിക്കുന്നത്. ഈ എന്തെല്ലാം കാര്യാദികളായിരുന്നു നടക്കുന്നത്. കഴിഞ്ഞ ദിവസം എന്നോട് ഒരു കൊച്ചൻ പറഞ്ഞതാണ്. അതിനെക്കുറിച്ച് പറഞ്ഞ് ഞാൻ അവനെ ഒരുപാട് ശാസിക്കുകയും അവനെ ഒരുപാട് വഴക്ക് പറയുകയൊക്കെ ചെയ്തത് സ്നേഹത്തല കേട്ടോ. അവനവന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് പറഞ്ഞു, മോനെ നീ ദൈവത്തിന്റെ ന്യായപ്രമാണം പ്രിയമാക്ക്, സമയമാകുമ്പോൾ എല്ലാം കർത്താവ് ശരിയാക്കി തരുമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണോ പാസ്റ്റർ? അതെ. അവരോട് പാസ്റ്ററിനോട് ക്ഷമിക്കണം, ആരോട് ഞാൻ ആരോടും പറയുന്നു. അവരുടെ ദൈവത്തിന്റെ ന്യായപ്രമാണത്തെക്കുറിച്ച് പറഞ്ഞു കേട്ടോ. അവന് ഒരു ബന്ധനത്തിൽ കെട്ടപ്പെട്ടു പോയി, വിടുതലില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൻ എന്നെ കണ്ടുമുട്ടുന്നത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്നെ കണ്ടുമുട്ടുക. അവൻ എന്നോട് ചോദിച്ചു, പാസ്റ്റർ എവിടെ താമസിക്കുന്നത്, എവിടെ ജീവിക്കുന്നത്, എവിടെ സൂക്ഷിക്കുന്നത് ഒക്കെ ചോദിച്ചു. അവനൊക്കെ അറിയാമായിരുന്നു കേട്ടോ. എനിക്ക് മനസ്സിലായി. അങ്ങനെയൊക്കെ ഒരുപാട് പേരുണ്ട് കേട്ടോ. പ്രിയരെ, ദൈവത്തിന്റെ ന്യായപ്രമാണം നീ അന്വേഷിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ന്യായപ്രമാണം നീ അന്വേഷിക്കുമ്പോൾ, അതിന് പ്രിയം വെക്കുമ്പോൾ നിന്റെ അവസ്ഥകൾ മുഴുവൻ മാറും. ഞാൻ ഇന്ന് പകരം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവിന്റെ ശ്രോതാവ്, നീ ഏത് കഷ്ടതയിലാണ്, നീ ഏത് സങ്കടത്തിലാണ്, നീ ഏത് ദുഃഖത്തിലാണ്, നിന്റെ കണ്ണുനീര് ഏതാണ്, നീ എന്തിനെയാണ് ആഗ്രഹിക്കുന്നത്, എന്താണ് നിന്റെ തകർച്ച, എവിടെയാണ് നീ വീഴ്ച പറ്റിയിരിക്കുന്നത്, എവിടെയാണ് നിനക്ക് ഉയരാൻ കഴിയാതിരിക്കുക, എന്താണ് നിന്റെ പരാജയം, ഇതൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ട് അവയെല്ലാം നിങ്ങൾ നീക്കിക്കളയണം. നീ എവിടെയാണ് പ്രിയം വെച്ചത്, എന്തിനാണ് നീ പ്രിയം വെച്ചത്, അല്ലെങ്കിൽ എന്തിനാണ് നീ പ്രിയമാക്കിയിരിക്കുന്നത്, അത് ദൈവഹിതമാണോ എന്ന് നീ മനസ്സിലാക്കിയിട്ട് ദൈവത്തിന്റെ ന്യായപ്രമാണം നീ പ്രിയമാക്കി, യേശുവിനെ നീ പ്രിയമാക്കി, ആത്മാവും ജീവനുമാക്കി വചനമാണ് ഏറ്റവും പ്രിയമെന്ന് നീ കരുതി ഇന്ന് പകൽ നിന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ നിന്റെ കുടുംബത്തിന്റെ ഇരുൾ മാറി വെളിച്ചം വീശും. ഹല്ലേലൂയ. അത് ചില കുടുംബത്തിൽ കടക്കണികൾ ഇരുളാകട്ടോ. ഞെരുക്കങ്ങൾ, ഒരു വീടില്ല, അല്ലെങ്കിൽ ഒരു വിധത്തിലുള്ള ഭൂമിയില്ല, ഒരു ജോലിയില്ല, സാമ്പത്തിക പ്രശ്നങ്ങളാണ്, രോഗമാണ്, ബാധയെ, ബന്ധനമാണ്. അങ്ങനെയുള്ള ഇരുളൊക്കെ മാറ്റാൻ ദൈവത്തിന്റെ പ്രമാണത്തിന് വചനത്തിന് കഴിയും. അങ്ങനെ ഏതെങ്കിലും സാഹചര്യത്തിൽ നീ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകരം എന്നോടൊപ്പം ചേർന്ന് പറ, കർത്താവേ, നിന്റെ ന്യായപ്രമാണമാണ് എനിക്ക് എത്രയോ പ്രിയം. ഇടവിടാതെ ധ്യാനമായി ഇന്ന് തൊട്ട് ഞാൻ അങ്ങനെ വചനം എന്റെ പ്രിയമാക്കി, അങ്ങേ ഞാൻ എന്റെ പ്രിയമാക്കി, അങ്ങേക്ക് വേണ്ടി എന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് എന്നോടൊപ്പം പ്രാർത്ഥിച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, ഇന്ന് പകൽ വചനം കേട്ടുകൊണ്ട് കേരളത്തിൽ ലോകരാജ്യമുണ്ടോ
കോടി ജനം ശൈശവത്തിനും ബാല്യത്തിനും കൗമാരത്തിനും യൗവനത്തിനും വാർദ്ധക്യത്തിനും രാനും വൃത്തിനും അശ്വന യാചക ഓർഫനേജ് ഓർഡർ തടവറയിലായിരിക്കുന്ന സകല ജനത്തിൽ ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കുടിതൊട്ട് ഒട്ടാരം വരെ ജീവിക്കുന്ന എല്ലാ മത സാമൂഹിക സാംസ്കാരിക മാധ്യമ മീഡിയ ജനങ്ങൾ സയന്റിസ്റ്റ് അടക്കമുള്ള എല്ലാ ജനത്തെയും ഞങ്ങൾ ദൈവം എല്ലാ മത നേതാക്കന്മാർ രാഷ്ട്രീയമാരെ ആപാലവൃത്തം ജനങ്ങളെയും കർത്താവ് എടുത്ത കരങ്ങളിൽ ഭൂമിയും മനുഷ്യൻ പലതിനെയും പ്രിയം വെച്ച് കർത്താവ് മനുഷ്യൻ അധർമ്മത്തിലേക്ക് ധാരണയിലേക്ക് നീങ്ങി നിത്യ നരകത്തിലേക്ക് നീങ്ങുമ്പോൾ ലോകത്തെ പ്രിയമായതിലൊക്കെ നീക്കി വെച്ചിട്ട് മടങ്ങി വന്ന് കർത്താവായ യേശുക്രിസ്തുവിനെ വചനത്തെ പ്രിയമാക്കി ജനം കടന്നുപോകുന്ന ശാപത്തിൽ പാപത്തെ രോഗത്തിൽ ബന്ധത്തിൽ വിടിവിക്കണമേ. ഓരോ കുടുംബങ്ങളും മകൾ വിടിവിക്കപ്പെട്ട് സ്വതന്ത്രമായി തീരുവാൻ ദൈവത്തിന്റെ ന്യായ പ്രമാണം അവർക്ക് പ്രിയമായ ഒരു ജീവിതത്തിൽ അനുഗ്രഹമാക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. സകലത്തിന്മേലും ദൈവത്തിന്റെ നീതി വെളിപ്പെടുത്തിയാട്ട് യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ.